ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുവാൻ തത്സമയം. വ്യക്തിപരമായി താല്പര്യമോ തോന്നിയിട്ടില്ല. പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുമ്പോൾ, പി വി അൻവർ ശ്രീ വി ഡി സതീശനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, ശ്രീ കെ സി വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, പാർട്ടിക്കെതിരായി സംസാരിക്കുമ്പോഴൊക്കെ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായി പ്രതികരണങ്ങളിലൊന്നും നിങ്ങളുടെയൊക്കെ ലൈബ്രറി നോക്കിയാൽ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് പി വി അൻവറിനെ കണ്ടതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സി പി എമ്മിന് വേണ്ടി അതിശക്തമായി ബാറ്റ് ചെയ്യുകയും ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തിടത്തുനിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ആ മൊമെൻ്റ് തൊട്ട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിപ്പുണ്ട്. പിണറായിസത്തിനെതിരായിട്ടുള്ള അയാളുടെ ഫൈറ്റിനോട് യോജിപ്പുണ്ട്. കാരണം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. വ്യക്തിപരമായി പറയുമ്പോൾ പിണറായിസം വേട്ടയാടാൻ ശ്രമിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ഒരു വർഷം മാത്രം 4 തവണയായി 40 ദിവസമാണ് എന്നെ പിണറായി വിജയൻ്റെ പോലീസ് ജയിലിലിട്ടത്. 4 തവണയായി 40 ദിവസം. വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ടി വന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. മുൻകാലങ്ങളിലും ഒരുപാട് യുവജന സംഘടനാ നേതാക്കന്മാരും അധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം, ഞാനുമായി ഒരു തര ബന്ധവുമില്ലാത്ത ഒരു ആരോപണത്തിൽ എന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. അത് ശ്രീ പി വി അൻവർ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീ പി വി അൻവർ ഇന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന ശ്രീ അജിത് കുമാർ എന്ന് പറയുന്ന മുൻ ADGP, അയാൾ ചെയ്തതെന്താ? അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്യണം, ബാക്കിയൊക്കെ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എനിക്കെതിരായി തെളിവില്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അയാൾക്ക് ഇന്നൊരു ഓഫീസും സ്വന്തമായി ഒരു ഔദ്യോഗിക വാഹനം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഞാനിതൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പിണറായിസം വേട്ടയാടാൻ ശ്രമിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്നെ മാത്രമല്ല, മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ചില ആളുകൾക്കിപ്പോൾ ചില വല്ലാത്ത അനുകമ്പയും ആനുകൂല്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മാധ്യമപ്രവർത്തനത്തെ പൊതുവായി ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരെ, ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരുകാരെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് പോലെ തന്നെ വന്യമായി വേട്ടയാടുന്ന പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ ആ കോസിൽ നിന്ന് മാറാൻ പാടില്ല. ആ കോസിൽ ഞാൻ ഇന്നലെ ശ്രീ പി വി അൻവറിനോട് സംസാരിച്ച കാര്യവും, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും ശ്രീ പി വി അൻവർ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തീരുമാനങ്ങൾ അതിവൈകാരികമായിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഒരു ഫൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക UDF-നാണ്. ആ UDF-നെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അത് ഏതെങ്കിലും ഒരു ചുമതലയുടെ അടിസ്ഥാനത്തിലോ അനുനയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു. അതിന് മുൻപോ ഒന്നും പി വി അൻവർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനോട് ഒരു തരത്തിലുമുള്ള ബന്ധമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പി വി അൻവർ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയത്തോട് യോജിപ്പോ താല്പര്യമുണ്ടായിരുന്ന ആളല്ല ഞാൻ. പക്ഷേ അയാൾ പിണറായിസത്തിനെതിരായിട്ട് പറയുന്നു. ഇന്നലെ പോലും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നമുക്ക് ശ്രീ പി വി അൻവറിനെ അറിയുന്നത് എങ്ങനെയാണ്? ധനാഠ്യനായ വ്യവസായിയായ ഒരാൾ 9 വർഷം കൊണ്ട് അയാളുടെ സമ്പത്തിനെ വരെ കൊള്ളയടിച്ച ഒരു സംവിധാനം, ആ സംവിധാനത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിവൈകാരികമായി തീരുമാനങ്ങളെടുത്ത് ലക്ഷ്യം മാറരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട്. ഒന്ന് പാർട്ടി അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന ഉയരത്തിലോ ഗ്രേഡിലോ ഉള്ള ഒരാളല്ലല്ലോ ഞാൻ. അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തേണ്ട ഇപ്പം ഒന്ന് മുന്നണിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പാർട്ടിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, അതൊരു മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനാണെങ്കിൽ അതിന് ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ബോധ്യമൊക്കെ മാധ്യമപ്രവർത്തകർ നിലയിൽ മാധ്യമപ്രവർത്തകർ നിലയിൽ നിങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറെ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ജൂനിയർ മോസ്റ്റ് MLA ആണ് ഞാൻ. ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ എന്നെയല്ലോ ചുമതലപ്പെടുത്തുന്നത്. ഇത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഇനിയൊരു ചർച്ചയില്ല, അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നാണ്. അതിനുശേഷം രാഹുൽ പോയപ്പോൾ അപ്പോൾ എന്താണ് രാഹുൽ പോയതിന്റെ ഒരു മാൻഡേറ്റ്? അതായത് ആരെങ്കിലും പറയാതെ രാഹുലിന് പോകാൻ പറ്റില്ലല്ലോ, കോൺഗ്രസ് ലീഡർഷിപ്പിന് അകത്തുള്ള ഒരാളെന്നുള്ളതല്ലേ? അല്ല, ഞാൻ രാവിലെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ എനിക്ക് വാർത്തകളെ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളുമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷമാണ് വാർത്തയും സത്യവുമായിട്ട് പലപ്പോഴും പുലബന്ധം പോലും ഇല്ല എന്നറിയുന്നത്. അപ്പോൾ ഈ വിഷയത്തിനകത്തും എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന
പദവിയിലിരിക്കുന്ന ഒരാളല്ല ഞാൻ. പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൗത്യം ഏൽപ്പിക്കേണ്ടുന്ന ആളൊന്നുമല്ല ഞാൻ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടുത്തെ യുവജന സംഘടനാ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കും. നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ മാറ്റം വർദ്ധിക്കും. പക്ഷേ ശ്രീ PV അൻവർ അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് പിണറായിസത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ മൊമെന്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറരുത്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി. അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത്, അത് നല്ലതല്ല എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറയുന്നത്. ക്യൂ നിന്ന് കാല് പിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് M. സ്വരാജ് പറഞ്ഞത്. അങ്ങനെ കാല് പിടിക്കുന്ന അവസ്ഥയാണ്. അത് ശ്രീ PV അൻവറിന്റെ വീട്ടിൽ മുൻപ് CPM നേതാക്കന്മാർ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. അവിടെ പോകുന്നവരൊക്കെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാല് പിടിക്കുന്നത്? ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അപ്പോൾ ശ്രീ PV അൻവറിന്റെ വീട്ടിൽ മുൻപ് പോയിട്ടുള്ള ആളുകളെല്ലാം കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? അങ്ങനെയാണോ? ഒരു കാര്യം, അതാണോ അവരുടെ ശീലം? അതായത് PV അൻവറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ശ്രീ M. സ്വരാജ് കണ്ടിട്ടില്ല. അപ്പോൾ ശ്രീ M. സ്വരാജിന്റെയും ആ പാർട്ടിയുടെയും ശീലം PV അൻവറിന്റെ വീട്ടിൽ പോയ ഉടനെ കാല് പിടിക്കുക എന്നുള്ളതാണോ? എനിക്കറിയില്ല. ഞങ്ങളാരും ഒരാളുടെ വീട്ടിൽ പോകുന്നത് കാല് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പിൻവാങ്ങാൻ ഇനി ഒരു ചർച്ച അങ്ങോട്ടേക്ക് വേണ്ട, അവർ തീരുമാനം പറയട്ടെ, അതായത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ അത് പ്രവർത്തകരുടെ വികാരം. പ്രവർത്തകന്റെ, ഞാനൊരു അടിസ്ഥാനപരമായ പ്രവർത്തകനാണല്ലോ. ഈ പിണറായിസത്തിന്റെ എല്ലാ തോന്നിവാസങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരു പ്രവർത്തകനാണല്ലോ. അത്രയും അനുഭവിക്കേണ്ടി വന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ മലപ്പട്ടത്ത് പോകുമ്പോൾ എന്താണ് അവസ്ഥ? എല്ലാ കാലത്തും പ്രവർത്തകനോടൊപ്പം നിൽക്കുന്ന, പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ. പ്രവർത്തകനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വാക്ക് അതിശക്തിയായി പോകും. ഞാനൊരു പ്രവർത്തകനാണ്. ആ വികാരമെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചിട്ട് അയാളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ PV അൻവർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്കാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം ഞങ്ങൾ കേൾക്കാം, ആ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല, നിങ്ങൾ അതിവൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഇതാണ്, ലീഡർഷിപ്പ് ഒരു നിലപാടെടുത്തത് ഇനി അദ്ദേഹം പറയട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിനിടയിൽ രാഹുൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം കിട്ടുന്നത് അൻവറിനാണല്ലോ. കാരണം VD വളരെ കൃത്യമായി പറഞ്ഞു, ഇനി അദ്ദേഹം നിലപാട് പറയട്ടെ, അതിനുശേഷമേ ഉള്ളൂ ചർച്ച. അല്ല, ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ, മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ ശ്രീ PV അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഡിമാൻഡുമായി ബന്ധപ്പെട്ടോ പോയി കാണുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആ പിണറായിസത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്നെ എന്തിനാണ് 4 തവണയായിട്ട് 40 ദിവസം ജയിലിൽ പിടിച്ചിട്ടത്? ഈ നാട്ടിൽ സമരം ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനാണോ? അതോ എന്റെ സമരത്തിൽ ഏതെങ്കിലും അക്രമമോ കൊലപാതകമോ ഉണ്ടായോ? എന്തുകൊണ്ടാണ്? ആ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരാളും പാടില്ല. സംസാരിച്ചാൽ ഇതാണ് ശിക്ഷ എന്ന തലത്തിൽ ആക്രമിക്കപ്പെടുന്നൊരു കാലമാണിത്. എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, തിരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയിലല്ല സംസാരിക്കുന്നത്. അത് പറഞ്ഞല്ലോ, പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു MLA സംസാരിച്ചതാണ്. സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു. പറഞ്ഞാൽ അയാൾ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന നിർത്തിയെന്നല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അതിനോട് ഞാൻ പറഞ്ഞല്ലോ ശ്രീ VD സതീശനെതിരായി സംസാരിച്ചപ്പോ, ശ്രീ KC വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോ, കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോ, ശ്രീ PV അൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ശ്രീ PV അൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിൽ എതിരായി സംസാരിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും. ഞാൻ പറയട്ടെ. അല്ലല്ല, എന്റെ പൊന്നു സഹോദര, നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ, എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. നമുക്ക് PV അൻവറിനോടുള്ള, എനിക്ക് വ്യക്തിപരമായി, മുന്നണിയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, PV അൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്നയാളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല. മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും നേതൃത്വമൊക്കെ തയ്യാറെടുപ്പ് നടത്തി. അപ്പൊ പിന്നെ അവിടെ ഒരു അനുരഞ്ജനത്തിന് സാധ്യത അല്ല, അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിന്റെ സാധ്യതയില്ലായ്മയുടെ പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കണ്ട എന്നോ
PV Anwar UDF-ലേക്ക് വരണമെന്നോ വരണ്ടായെന്നോ എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ, അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. അത് പറയാനുള്ള ഒറ്റ കാര്യം, അതായത് ഇതിന്റെ ഈ കൂടിക്കാഴ്ചയുടെ ഗുണം അത് അദ്ദേഹമാണല്ലോ പറയേണ്ടത്. കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് ആരാണ്? UDF ആണോ അതോ അൻവർ ആണോ? ഈ കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് നമ്മൾ പിന്നെയും ഇന്നത്തെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പോലും പറയപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? പിണറായിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലേ? PV Anwar സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാൾ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായിസാണ്. പിണറായിസാണ് അല്ല, അതിനോടെല്ലാം വിയോജിപ്പാണെന്ന് പറഞ്ഞല്ലോ. അതിനോട് എങ്ങനെ യോജിക്കാൻ കഴിയുക? മാത്രമല്ല, അദ്ദേഹം തന്നെ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. VD സതീശൻ പറയട്ടെ, VD സതീശനെതിരായിട്ട് മുൻകാലങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ റിഗ്രറ്റ്ഫുൾ. അല്ല, അതിനകത്തൊന്നും യോജിപ്പില്ലല്ലോ. അതിനകത്ത് എന്താ യോജിപ്പ്? ആ ദിവസം തന്നെ രാത്രി രാഹുൽ പോകുമ്പോൾ അത് അല്ല, അതെങ്ങനെയാ തകർക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്നോട് മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ചർച്ചയോ അനുരഞ്ജനമോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാള്, അതായത് ഈ പിണറായിസത്തിനെതിരായിട്ടൊരു കോസിൽ നമ്മൾ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആരോടൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട്. വർഗീയമായി ചിന്തിക്കുന്ന ശ്രീ PV Anwar നാളെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയോട് കൂട്ടുചേർന്നാൽ, വർഗീയത പറഞ്ഞു തുടങ്ങിയാൽ അപ്പം നമ്മൾ അവസാനിപ്പിക്കും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആശാ സമരത്തെ പിന്തുണച്ചത് ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എല്ലാ കാലവും നമുക്ക് അനുകൂലമായി സംസാരിച്ചതുകൊണ്ടാണോ? അല്ല. ആശാ സമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആ സമരത്തെ പോലും അവർ തള്ളി പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ. ആ സമരത്തെ പോലും അവർ തള്ളി പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്നു, ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിസത്തിനെതിരായിട്ട് വർഗീയത പറയാതെ ആര് സംസാരിച്ചാലും അതിൻ്റെ ഒരു തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അവരോട് സംസാരിക്കണം, അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശ്രമം നടത്തും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വാതിൽ തുറക്കുന്നത് വാതിലുമായി ബന്ധപ്പെട്ടല്ല, UDF-ന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ PV Anwar പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, വാതിൽ തുറക്കലല്ലേ ഇത്? കൃത്യമായി ലീഡർഷിപ്പ് പറഞ്ഞു, സണ്ണിച്ചേട്ടൻ പറഞ്ഞു, VD സതീശൻ പറഞ്ഞു, ഇനി ചർച്ചയില്ല, അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിരുപാധികം പിന്തുണക്കുമെന്ന്. അതിനുശേഷം രാഹുൽ പോകുമ്പോൾ അതിന്റെ ഗുണം അൻവറിന് കിട്ടുകയല്ലേ? ഇതിനകത്ത് ഗുണത്തിന്റെയും ദോഷത്തിന്റെയും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ, ശ്രീ PV Anwar കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, എന്നെ ഒരാളും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്ന ഒരാളല്ല ഞാൻ പറഞ്ഞല്ലോ. രണ്ടുപേർ തമ്മിലൊരു സംഭാഷണത്തെ പറ്റി പുറത്ത് പറയുന്നത്, ഒന്നിച്ചല്ലാതെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യമല്ല സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് തെറ്റാണ്, അദ്ദേഹത്തിന്റെ ഇപ്പോൾ പോകുന്ന ട്രാക്ക് തെറ്റാണ് എന്നെനിക്കൊരു തോന്നലുണ്ടായി. അദ്ദേഹം പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ടുന്ന നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ട് വ്യക്തിപരമായി പത്രിക സമർപ്പിച്ചാലും 5 വരെ സമയമുണ്ട്. ഒരു ലോജിക്കിൽ തന്നെയാണ്, അത് പിണറായിസത്തിന് നിലനിൽക്കുന്ന ആളെന്ന നിലയിൽ തന്നെയാണ് UDF നേതൃത്വം ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷങ്ങളടക്കം ചർച്ച ചെയ്യുന്നു. അവർ നിർത്തിയെടുത്ത് വീണ്ടും നേതൃത്വം പരാജയപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും ഇറങ്ങിയത്. നേതൃത്വത്തിന്റെ പരാജയവും വിജയമൊന്നുമില്ല. നേതൃത്വം എങ്ങനെയാണ് പരാജയപ്പെടുക? നേതൃത്വത്തിന്റെ തീരുമാനമില്ലേ? നേതൃത്വം ഏത് വിഷയത്തിനകത്താണ് പരാജയപ്പെട്ടത്? ഞാൻ പറയട്ടെ, ശ്രീ പി വി അൻവർ ഒരു സ്ഥാനാർത്ഥി, പിന്നെ ഇന്നയാള് സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞു. നേതൃത്വം PV Anwar പറഞ്ഞ ആളെയാണോ സ്ഥാനാർത്ഥിയാക്കിയത്? നേതൃത്വത്തിന് തീരുമാനമുണ്ട്. ആ തീരുമാനവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം തെറ്റാകുമ്പോൾ അദ്ദേഹത്തോട് പരിചയമുള്ള ഏത് കാലം തൊട്ട് അദ്ദേഹം പിണറായിസത്തിനെതിരെ സംസാരിച്ചതിന് ശേഷം പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പോക്ക് തെറ്റാണ് എന്ന് വ്യക്തിപരമായി പറയണം തോന്നി. പോക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ലൈനിലാണ്.